എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ എക്സ്ക്ലൂസീവ് അനാലിസിസിലേക്ക് സ്വാഗതം. ആഗോളതലത്തിൽ നടക്കുന്ന വലിയ മാറ്റങ്ങൾ മുതൽ നാളത്തെ മാർക്കറ്റിലെ കൃത്യമായ ട്രേഡിംഗ് ലെവലുകൾ വരെ നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു തികച്ചും സ്വതന്ത്രമായ വിശകലനമാണ് കേട്ടോ. ഇതിൽ മറ്റാരുടെയും സ്വാധീനമില്ല. വലിയ മാക്രോ ട്രെൻഡുകളിൽ നിന്ന് നമ്മുടെ ചാർട്ടുകളിലെ മൈക്രോ ലെവലുകളിലേക്കുള്ളൊരു കിടിലൻ യാത്രയാണിത്. തുടങ്ങാമല്ലേ? തുടങ്ങുന്നതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് വലിയ സാമ്പത്തിക റിസ്ക്കുള്ള കാര്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പലപ്പോഴും തീർത്തും പ്രവചനാതീതമായിരിക്കും. അതുകൊണ്ട് ഈ വിവരങ്ങൾ കൃത്യമായി പഠിക്കുക, സ്വന്തമായി വിശകലനം ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്? നമ്മുടെ ഈ 3D ആനിമേറ്റഡ് റോഡ് മാപ്പിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ആദ്യം തന്നെ AI മേഖലയിലെ ചില ഗൗരവമേറിയ മുന്നറിയിപ്പുകൾ, പിന്നെ UAEയും ഒപ്പക്കും തമ്മിലുള്ള പ്രശ്നങ്ങൾ, വിമാനനിരക്കുകളിലെ വലിയൊരു വിരോധാഭാസം, ക്രിപ്റ്റോ, കമ്മോഡിറ്റി അപ്ഡേറ്റുകൾ, ഏറ്റവും അവസാനമായി നാളത്തെ മാർക്കറ്റിലേക്കുള്ള എക്സാക്റ്റ് ലെവലുകൾ. ഈ വലിയ വാർത്തകളിൽ നിന്ന് തുടങ്ങി നാളത്തെ ട്രേഡിനു വേണ്ട കൃത്യമായ നമ്പറുകളിലേക്ക് നമ്മളെത്തും. ശരി, നമുക്ക് നേരിട്ട് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ചില ഭീഷണികളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ സിസ്റ്റത്തിലെ ബഗുകൾ പരിഹരിക്കുക. കാരണം ഏത് AI സിസ്റ്റവും ഒരു വലിയ സിസ്റ്റമിക് ഭീഷണിയായി മാറാം. ധനമന്ത്രിയുടെ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതൊരു ചെറിയ കാര്യമല്ല. AI സാങ്കേതികവിദ്യ വളരുന്നതിനൊപ്പം തന്നെ അതിലെ തകരാറുകൾ നമ്മുടെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയേക്കാം എന്ന വലിയൊരു മുന്നറിയിപ്പാണിത്. ഇനി നമുക്ക് ജിയോ പൊളിറ്റിക്സിലേക്ക് വരാം. ലോകക്രമത്തിൽ തന്നെ വലിയൊരു വിള്ളൽ വീഴ്ത്തുന്ന ഒപെക്കിൽ നിന്നുള്ള UAEയുടെ പിന്മാറ്റമാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 10 ദിവസം മുമ്പ് പ്രതിരോധ സാമ്പത്തിക കാര്യങ്ങൾക്കായി UAE അമേരിക്കയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു. എന്നാൽ കൃത്യം 48 മണിക്കൂർ മുമ്പ് എണ്ണ ഉൽപ്പാദനത്തിലെയും വിലയിലെയും നിയന്ത്രണങ്ങൾ മറികടക്കാൻ അവർ ഒപെക്കിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറുന്നു. നമ്മൾ പക്ഷം പിടിക്കുന്നില്ല, പക്ഷേ നിലവിലെ പാശ്ചാത്യ സഖ്യങ്ങളിൽ വിള്ളലുകൾ വീഴുന്നതും ഇത് റഷ്യയുടെയും ചൈനയുടെയും തന്ത്രങ്ങൾക്ക് എങ്ങനെ അനുകൂലമാകുന്നു എന്നതും നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ക്രൂഡ് ഓയിലിന്റെ വില എങ്ങോട്ടാണ് പോയതെന്ന് നോക്കൂ. ഒറ്റയടിക്ക് $109. ഭയങ്കരമായൊരു സ്പൈക്കായിരുന്നു അത്. ഇനി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് $98 എന്ന ലെവലാണ്. മാർക്കറ്റിൽ ഈയൊരു ബുള്ളിഷ് ട്രെൻഡ് തുടരണമെങ്കിൽ ഈ $98 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ നിൽക്കേണ്ടത് വളരെ നിർണായകമാണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് തികച്ചും വിചിത്രമായ ഒരു കാര്യമാണ്. എയർലൈൻ ഇൻഡസ്ട്രിയിൽ കോർപ്പറേറ്റുകൾ പറയുന്നതും യഥാർത്ഥത്തിൽ നടക്കുന്നതും തമ്മിലുള്ള വലിയൊരു അന്തരമാണിത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എയർലൈൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും കമ്പനികൾ പൂട്ടേണ്ട അവസ്ഥയിലാണെന്നുമാണ്. എന്നാൽ നമ്മൾ കാണുന്ന റിയാലിറ്റി എന്താണ്? മിക്ക ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളും 100% യാത്രക്കാരുമായിട്ടാണ് പറക്കുന്നത്. പോരാത്തതിന് 1 ടിക്കറ്റ് നിരക്കും കൂടെ വലിയൊരു തുക കൺവീനിയൻസ് ഫീ ആയും അവർ ഈടാക്കുന്നുണ്ട്. എന്തൊരു വിരോധാഭാസമാണിതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് കണ്ടോ, 14,000 രൂപ കോയമ്പത്തൂരിലേക്കുള്ള വളരെ ചെറിയൊരു ആഭ്യന്തര യാത്രയ്ക്ക് ബേസ് ഫെയറും ഹിഡൻ ചാർജുകളും എല്ലാം കൂടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന തുകയാണിത്. ടിക്കറ്റ് പ്രൈസിംഗിലെ ഈ കൊള്ള എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒറ്റ സംഖ്യ മതിയാകും. ഈ ടേബിളിൽ നിന്ന് വിശദമായി നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം കൂടുതൽ വ്യക്തമാവും. ഡൽഹി, ബാംഗ്ലൂർ പോലുള്ള റൂട്ടുകളിൽ ലേബർ കോസ്റ്റ് വളരെ കുറവായിട്ട് പോലും 6,000-9,000 രൂപയാണ് നിരക്ക്. എന്നാൽ വലിയ ലേബർ കോസ്റ്റുള്ള അമേരിക്കയിലെ ഷിക്കാഗോ, ന്യൂയോർക്ക് റൂട്ടിലോ അതല്ലെങ്കിൽ ചൈനയിലോ ഇതിനേക്കാൾ ചിലവ് കുറവാണെന്നാണ് സത്യം. ഇതിൽ നിന്ന് തന്നെ ഈ കോർപ്പറേറ്റ് ന്യായീകരണങ്ങളിലെ പൊള്ളത്തരം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. രാവിലെ കൃത്യം 11:54. ഈ ടൈം സ്റ്റാമ്പ് നന്നായി ഓർത്തുവെച്ചോളൂ. എയർലൈൻ വ്യവസായം തകർച്ചയിലാണെന്ന വാർത്ത പുറത്തുവന്ന കൃത്യം സമയമാണിത്. ആ ഒരൊറ്റ വാർത്ത വന്നതിന് തൊട്ടുപിന്നാലെ മാർക്കറ്റിൽ എന്തുമാത്രം വലിയൊരു സെൽ ഓഫാണ് നടന്നതെന്ന് ചാർട്ടുകളിൽ വ്യക്തമാണ്. കോർപ്പറേറ്റ് വാർത്തകൾ എങ്ങനെയാണ് സെക്കൻഡുകൾക്കുള്ളിൽ മാർക്കറ്റിനെ താഴേക്ക് വലിച്ചിടുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ഇത്തരം നെഗറ്റീവ് വാർത്തകളിൽ നിന്ന് മാറി ഇനി എവിടെയാണ് യഥാർത്ഥത്തിൽ മൊമെന്റം ബിൽഡാവുന്നത് എന്ന് നോക്കാം. ക്രിപ്റ്റോയിലും കമോഡിറ്റിയിലുമാണിപ്പോൾ ആക്ഷൻ നടക്കുന്നത്. സ്വർണത്തിന്റെ ലെവലുകൾ നോക്കാം. 4,680 നിന്ന് സ്വർണം താഴേക്ക് വന്നത് നമ്മൾ കണ്ടു. ഇവിടെ ഏറ്റവും നിർണായകമായ പിവറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 4,600 ആണ്. സ്വർണത്തിന് ഈ 4,600 തിരികെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ 4,300ലേക്കുള്ള ഒരു വലിയ വീഴ്ച പ്രതീക്ഷിക്കണം. ഇനി അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 4,640 മുകളിലേക്കുള്ള ആദ്യത്തെ ടാർഗറ്റ്. ഇനി ക്രിപ്റ്റോയുടെ കാര്യം. എഥീരിയം 2,300 താഴെ നിൽക്കുന്നിടത്തോളം കാലം അത് പൂർണ്ണമായും നെഗറ്റീവാണ്. അതൊരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് വരണമെങ്കിൽ തീർച്ചയായും 2,300 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയേ മതിയാവൂ.
അതുപോലെ ബിറ്റ്കോയിൻ ശ്രദ്ധിക്കുക, 76,000 മെയിൻ സപ്പോർട്ട്. അത് തകർന്നാൽ 75,200 വരെ പോകും. മുകളിലേക്ക് 76,500 റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്താൽ 77,500 ഉറപ്പിക്കാം. ഈ റേഞ്ചുകളിലെ ബ്രേക്കൗട്ടുകൾക്കായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഗ്ലോബൽ മാറ്റങ്ങളും ഡാറ്റകളും എല്ലാം കണ്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നാളത്തെ മാർക്കറ്റിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നിവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലെവലുകളിലേക്ക് നമുക്ക് വരാം. നാളത്തേക്ക് നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഇതാണ്. മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ 23,980 ട്രിഗർ. അതിന് താഴെ പോയാൽ 23,900, പിന്നെ 23,840. ഇനി മുകളിലേക്കാണ് മൂവ്മെൻ്റെങ്കിൽ 24,060 ബ്രേക്ക് ചെയ്താൽ മാത്രമേ എൻട്രി എടുക്കാവൂ. അങ്ങനെ വന്നാൽ 24,130 മുതൽ 24,200 വരെ നമുക്ക് അപ്സൈഡ് ടാർഗറ്റുകൾ പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം കുറച്ചുകൂടെ ട്രിക്കിയാണ്. കോർപ്പറേറ്റ് വാർത്തകളുടെ ഇമ്പാക്റ്റ് കാരണം നിലവിൽ ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ് ബയസിലാണുള്ളത്. 55,500 താഴെ നിൽക്കുന്നിടത്തോളം ഇത് നെഗറ്റീവ് തന്നെയായിരിക്കും. താഴോട്ട് പോയാൽ 55,200ഉം 55,000ഉം സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. ഈ നെഗറ്റീവ് ട്രെൻഡ് മാറി മാർക്കറ്റ് പോസിറ്റീവ് ആവണമെങ്കിൽ 55,750 എന്ന ക്രൂഷ്യൽ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരണം. അവസാനം സെൻസെക്സിന്റെ ലെവലുകൾ കൂടി നോക്കാം. ഡൗൺസൈഡ് ട്രിഗർ 76,800 ടാർഗറ്റ് 76,400. അപ്സൈഡ് ആണെങ്കിൽ 77,000 ട്രിഗർ ചെയ്താൽ 77,300ഉം 77,700ഉമാണ് ലക്ഷ്യം. ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ ചെയിൻ ഡാറ്റ കാണിക്കുന്നത് വെറും 400 പോയിന്റിന്റെ വളരെ ടൈറ്റായ ഒരു റേഞ്ചാണ്. അതായത് വിക്സ് വളരെ താഴെയാണ്. മാർക്കറ്റിൽ വലിയ മാറ്റങ്ങൾ പെട്ടെന്നാരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വലിയ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു ഭാഗത്ത് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കോർപ്പറേറ്റ് വാർത്തകൾ, മറുഭാഗത്ത് AI പോലെയുള്ള പുതിയ സിസ്റ്റമിക് ഭീഷണികൾ. ഈ വലിയ ആഗോള മാറ്റങ്ങൾ നമ്മുടെ മാർക്കറ്റിലെ ഇപ്പോഴത്തെ ഈ ഇടുങ്ങിയ റേഞ്ചുകളെ തകർത്തെറിയുമോ? നാളത്തെ ചാർട്ടുകളിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ വളരെ ആകാംക്ഷയുണ്ടല്ലേ? കാത്തിരുന്ന് തന്നെ കാണാം. ഈ അനാലിസിസ് നിങ്ങൾക്ക് ഗുണകരമായെന്ന് കരുതുന്നു. പുതിയ ലെവലുകളുമായി അടുത്ത സെഷനിൽ കാണാം.